ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഗോസ്റ്റ് ഓഫ് സുഷിമ പാർട്ട് 2 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടം വരെയാണ് കളിച്ച് നിർത്തിയത്. അതിൻ്റെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പം ലെറ്റ്സ് ഗോ. എല്ലാം കണ്ട് വിഷമിച്ച് ചെറുക്കൻ ഞെട്ടി എണീക്കുകയാണ്. ചത്തിച്ചു തന്നെ സംശയിച്ചിരിക്കുകയാണ്, ഞാൻ മനസ്സിലാവുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഒരു എമോഷണൽ സ്റ്റോറിയിലല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കോമഡി വരുന്നില്ല. താഴെ മംഗോളിയൻസ് ഉണ്ട്. വില്ലേജ് കീഴടക്കുകയാണ് അവര്. Someone worked hard to keep me alive. നമ്മൾ എണീറ്റ സ്ഥലത്ത് കുറച്ച് നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എക്സാമിനൊക്കെ ചെയ്തിട്ട് നമ്മളൊരു കാൽപ്പാട് തേടി ഇവിടെ വന്നിരിക്കുകയാണ്. വാള് തപ്പി പോവാട്ടാ. ആള് കിട്ടിയാലേ രണ്ടൊരു വെട്ടാൻ പറ്റുള്ളൂ. ഏതു കാൽപ്പാട് ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ്. Someone was sharpening their blade. A warrior. My armor. നമുക്ക് നമ്മുടെ ആർമർ തിരിച്ചിട്ട് Broken. But better than nothing. Inside! Now! How are your wounds? Can you run? I think so. Where's my sword? Not here. You're here! I'll take care of this. Please, hide. Oh, don't hurt me! Shield Lumini! Right! ഭക്ഷണത്തിന് വേണ്ടിയാണ് വീട്ടിലുള്ള സപ്ലൈസ് ഒക്കെ അവരുടെ പുറത്ത് കൊണ്ടുപോവുക. നൈസ്. നമ്മുടെ ആള് ചില്ലറക്കാരല്ല. പറയുന്നത് ചിരിക്കുമ്പോൾ വിശ്വസിക്കരുത്. സോറി ഗൈസ്, അവള് കരയായിരുന്നു അതിനകത്ത്. Who are you? I'm Yuna. You want your sword? Follow me. How long was I out? Long enough for the Mongols to conquer യൂണനെ half the ഫോളോ ചെയ്ത് island. പോകണം. യൂണ വാളാർക്കൊണ്ട് വിറ്റിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ സോഡ് രണ്ടാമത് ക്ലെയിം ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, ആരും കാണാതെ പോകണം. Through here. ഒളിച്ചും പാത്തൊക്കെ നമ്മൾ പതുക്കെ സോഡ് വിറ്റ് ആളുടെ വീട്ടിൽ പോവാണ്. ആക്ച്വലി അറിയാലോ, നമ്മളങ്ങനെ ഒളിച്ചും പാത്ത് പോണതല്ല. പിന്നെ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒളിച്ചു പോവാം. പിന്നെ വാളൂലല്ലോ, വെറുതെ ആവേശം കാണിച്ച് ചാവണ്ട. Stand watch. I'll search the house. They will answer for this. Maybe they healed your katana. It must be here. വാളന്വേഷിക്കാണ് ഗൈസ്. ഇവിടെ ലാഗ് പോലെ ഫീൽ ചെയ്യുന്നത് ഗെയിം കളിക്കുമ്പോൾ ഇല്ലായിരുന്നു. ഏതാ രംഗം? എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത. Jin Sakai. വാളിന്റെ ബാക്ക് സ്റ്റോറി. ഇവിടെയാണ് നമുക്ക് സോഡ് എങ്ങനെ ഉപയോഗിക്കണം ട്രെയിനിങ് കിട്ടുന്നത്. I am no coward! Your enemy is no match for you. ആ പഴയകാല മെമ്മറിയൊക്കെ മനസ്സിലിരിക്കുമ്പോഴൊരുത്തൻ കയറി വരുന്നത്. ഡിസ്റ്റർബൻസ്. ഇവനിപ്പോ ശരിയാക്കി തരാട്ടാ. വാളൊന്ന് പുറത്തെടുത്തോട്ടെ. തീ നൈസ്.
അവന്റെ കയ്യിലിരിക്കുന്ന കുന്തോ ആക്ച്വലി ഇതിനകത്ത് ഏറ്റവും പാടാണ് ഡോഡ്ജ് ചെയ്യാൻ. വാളാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെട്ടാം. ഓ കിട്ടി ഗൈസ് പണ്ടാരം. മര്യാദക്ക് കുന്തം ഒഴിഞ്ഞു മാറാൻ പാടാണ്, കണ്ടില്ല ഇങ്ങനെ ചാടി ഉരുണ്ടൊക്കെ മാറണം. അവനാണെങ്കിൽ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കൊന്നടാ ഒരു പ്രാവശ്യം കൂടി ഇതിപ്പോ ശരിയാക്കി തരാം. കമോൺ. ഇങ്ങനെ ഓടി ഓടി ചാടി ചാടി നമ്മൾ കവർ ചെയ്യണം. ഈ വൃത്തിയിട്ടം വെട്ടുമ്പോ ബ്ലോക്ക് ചെയ്ത് ഇത് ചെയ്യും. ഒരു കുത്തും കൂടെ കൊണ്ട് നമ്മൾ തീർന്നു. ഏതാ കത്ത് കളി. ഓടുമ്പോ ബാക്കിൽ നിന്നൊക്കെ കുത്തി കൊല്ലു തന്നെ. നിക്കടാ അവിടെ. ഏത് ഫൈറ്റ് അത്. പണ്ടാരം ഒരുത്തനെ തന്നെ കൊല്ലാൻ പറ്റുന്നത് എങ്ങനെ? ഒരു പ്രാവശ്യം കൂടി. ഒന്നീ പഴിച്ച മൂന്നെന്നാണല്ലോ. ഏത് ഇതിലിപ്പോ അവനെ ശരിയാക്കി തരാം. ജമ്പ കുടിച്ചോ. ഇത്രേ ഉള്ളു. ഏത് അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ പഴിച്ച മൂന്നാമത്തെ നമ്മൾ ശരിയാക്കിയിരിക്കും. ഫസ്റ്റ് ഫൈറ്റ് അല്ലേ, കുറച്ച് പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ശരിയായില്ലേ? വെളിയിൽ കുറച്ച് സൺലൈറ്റ് കാണുന്നുണ്ട്. നേരം വെളുത്ത് വരുന്നു. ആ ഗ്രാഫിക്സ് ഒന്ന് എൻജോയ് ചെയ്തോ ഗൈസ്. ഏതാ സാധനം? മംഗളാറിന് സൺഡേ കൂടെ ഓടി പോകുന്നുണ്ട്. അവിടെ ഒരു 4-5 പേരുണ്ട്. അവന്മാര് ഇപ്പോൾ നമ്മളിപ്പോ കോമ്പാറ്റ് എടുക്കും. ഓക്കെ, കുന്തക്കാരൻ ഇല്ലായിരുന്ന മതിയായിരുന്നു. 3 പേരും കുന്തം കൊണ്ടുവരികയാണെങ്കിൽ പാടുപെടും. We can get close, slit their throats, and kill them without a sound. Without honor. അതിലൊരു ഓണർ ഇല്ലാന്ന്. ഇവൻ എപ്പോഴും സാമുറായാണ്. സോ നേർക്ക് നേരെ എനിമിയെ ബാക്കിൽ നോട്ടില്ല. നമ്മുടെ വൺ പീസിലെ സോറോ അതാണ് ഫ്രണ്ട് ടു ഫ്രണ്ട്. ഓക്കെ, അങ്ങനെയാണ് സാമുറൈസ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ആണ്. I'm done running, and I can finally help. ഓടി മതിയായി. അവിടെ ഒരു സ്ക്രീമിങ് അയക്കുന്നുണ്ട്. നമ്മൾ പോയി ഒരാളുണ്ട് പുള്ളിയെ രക്ഷിക്കാൻ. Don't let anyone escape. ജസ്റ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് 3 അല്ല 10 പേരെ ഒരുമിച്ചെടുക്കാൻ കഴിയും. കുന്തമുണ്ടെങ്കിലാണ് പാട് വിടുന്നത്. ഓക്കെ, Thank you, my lord. They said all the samurai were dead. Do you have somewhere to hide? I heard Golden Temple might be safe. Go. Stay off the roads. And guard your son with your life. You risked your life for them. They couldn't defend themselves. And I can't let more of our people die. They're not the only ones who need you. My brother. The Mongols took him. That's why you saved me. Taka is my only family. And Lord Shimura is mine. I just want my brother back. Okay. I'll help you find him after I save my uncle. I promise. I'm coming with you. Stables are just up ahead. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഹോഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെയൊക്കെ സാമുറൈസ് ട്രെയിൻ ചെയ്ത് വെച്ച കുറച്ച് ഹോഴ്സുകളുണ്ട്. ജനിച്ച ആൾക്കാർ പാവങ്ങൾ. നമുക്കിത് ജസ്റ്റ് ഫ്രീ ഷോട്ട് പ്ലേയും ചെയ്യാം, അല്ല ഹാർഡ് ഷോട്ട് പ്ലേയും ചെയ്യാം. അതിനകത്ത് ഹാർഡ് ഷോട്ട് പ്ലേ ചെയ്യുമ്പോൾ ഇവരിട്ടേക്കുന്ന ഈ ഷീൽഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആയി പോകും. ഈസി അടിക്കും, കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് വെള്ളക്കുതിരയാണ്. അങ്ങനെ നേരെ കുതിരയുടെ ഉണ്ടാക്കി കുതിരനെ സെലക്ട് ചെയ്യണം. Few we didn't take into battle. Lucky for them. And us. Which horse do you want? വെള്ളക്കുതിരയുണ്ട്, വെള്ളക്കുതിര എടുക്കാം. ഇവിടെ സെലക്ട് ഓപ്ഷൻ വരട്ടെ. വെള്ളയല്ലേ ക്ലാസ് ഏത്? ഇവിടെ ഹോഴ്സിനെ അവർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കാണാൻ ഒരു മൊഞ്ചില്ല. നമുക്ക് വെള്ളം മതി.
ഡിജിറ്റൽ ഡ്യൂലക്സ് സോഴ്സസ് അവൈലബിൾ. ഇറ്റ് വിൽ ബി യുവർ എൻറ്റയർ ജോബ്. ശരി, അതൊക്കെ നോർമൽ ഹോഴ്സസ് ആണ്. ഇവർ തന്നിരിക്കുന്ന ഈ ഹോഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതകാലം മൊത്തവും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മളെ വിട്ട് പോകത്തില്ല എന്ന്. അപ്പം പിന്നെ എങ്ങനെ ഒരു വെള്ള കളർ കൊള്ളായിരുന്നല്ലേ? Easy there. He suits you. And he needs a name. കളർ നോക്കാതെ ക്വാളിറ്റി നോക്കി നമ്മളൊരു എടുത്തിട്ടുണ്ട്. ഞാൻ കാഗെ എന്നുള്ള പേരാ സെലക്ട് ചെയ്യണം. ഓക്കെ, ഷാഡോ. Kage, born from the darkness. പേരൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. യെസ്, ലെറ്റ്സ് ഗോ. അയ്യോ, സൂപ്പർ മ്യൂസിക്. നമ്മൾ കുതിര സെലക്ട് ചെയ്തു. റിയലി എൻജോയിങ് ദിസ് ഗെയിം ഗൈസ്. നമ്മുടെ കൂടെ ടൗണിൻ്റെ മാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കിയുള്ള ഗെയിം പോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ മാപ്പൊന്നും കാണിക്കുന്നില്ല. നമ്മൾ എവിടെയും പൊസിഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരു വിൻഡ് മാത്രം അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ വിൻഡിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്താൻ പറ്റും. സൈഡിൽ മാപ്പ് കാണിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഒന്നും. അപ്പോൾ ഗൈസ്, നമ്മൾ കാസൽ കാനഡയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്കിളിനെയും ചേട്ടനെയൊക്കെ ഇവിടെ എങ്ങാണ്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇതിനുശേഷം എന്തായിരുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.